Hello students, now we are continuing with the proof of embedding the coordinate space into the product space. We have proved that the function defined by e of e from xj to x, by this definition ex of I equal to x for I equal to j and equal to I for I not equal to j. We have proved that it is 1 1, e is 1 1, and then secondly e is continuous. This is prove. Now we are going to prove that. Thirdly, we are going to prove that e is e inverse continuous or e open. Now we are going to prove that e is open. E open and the prove e is a function from xj to x. The function is open when images of open sets are open. xj is an open set. V be an open subset of xj. V subset of xj open. X in the subset neana V in the Sadhan Namalikia. xj vj and the Likin Mother. Point in a number small x xj point in a small x vole. V be an open subset of xj. Then we have to prove that. And then we prove end of the image with respect to E. We define E V open in E from xj to x open in x prove embedding prove. Embedding is a homeomorphism in regard as a function from the space to its image. Now xj xj x subset as a function from xj to exj exj is a subset of the codomain here. Exj subset of x. Open in exj. xj function adinte image exj open aanu prove cheytha madi namukku embedding aagumbo. Appo anganeyana nammude proof method povuka. Now here E is a function from xj to x. We have taken the open set V subset of xj. Image lies in actually in the product space capital X, and more clearly it is in the subset exj of the product space. എന്തായാലും അത് product spaceലെ ഒരു exj പറയുമ്പോൾ product spaceന്റെ ഒരു subset എന്ന് പറയുമ്പോൾ product spaceന്റെ subset എന്ന് പറയുമ്പോൾ ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ EV ഡിഫൈൻ ചെയ്യാൻ പോകുമ്പോൾ EV ഈസ് എ ബോക്സ്. EV ഒരു ബോക്സ് ആണ്. അപ്പോൾ ബോക്സിന്റെ സൈഡ്സ് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെയാ E ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? I ഈക്വൽ ടു j ആകുമ്പോൾ സെയിം പോയിന്റ്. അപ്പോൾ വിയിൽ പോയിന്റ്സ് എന്തൊക്കെയുണ്ടോ ആ പോയിന്റ്സിന്റെ ഒക്കെ ഇമേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് EV എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ വിയിൽ നിന്ന് x എടുക്കുമ്പോൾ jth കോർഡിനേറ്റിന് നമ്മൾ ചെയ്യുന്നത് അതേ പോയിന്റിനെ തന്നെ കൊടുക്കാണ്. അപ്പൊ ഈ വി പരിഗണിക്കുമ്പോൾ വിയിൽ നിന്ന് ഏതൊക്കെ പോയിന്റ്സ് എടുക്കുന്നോ അതൊക്കെ jth സ്പേസിലെ പോയിന്റ്സ് ആണ്. അതൊക്കെ jth സൈഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ബോക്സിൽ വരും. അപ്പൊ ഈ വിയുടെ I ഈക്വൽ ടു j. jth സൈഡിൽ ഈ വി ഇസ് എ ബോക്സ്. jth സൈഡിൽ നമുക്ക് വരാൻ പോകുന്ന വിയിലെ പോയിന്റ്സ് മുഴുവനും തന്നെയാണ്. ഓരോ x എടുക്കുമ്പോൾ jth സൈഡിൽ x ആണ് നമ്മൾ കൊടുക്കുക. y എടുക്കുമ്പോൾ jth സൈഡിൽ നമ്മൾ y ആ കൊടുക്കുക. അപ്പൊ പോയിന്റ്സ് എടുക്കുന്നത് വിയിൽ നിന്നാണ്. I ഈക്വൽ ടു j the box having side v. And when I not equal to j, I not equal to j ഈ പോയിന്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ex എടുത്താലും I not equal to j നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് ഉണ്ട്. x1 നിന്ന് y1, x2 നിന്ന് y2, x3 നിന്ന് y3 എന്ന് ഫിക്സ് ചെയ്യൂന്ന് പറഞ്ഞല്ലോ. ആ പോയിന്റ്സ് അല്ലേ എടുക്കുള്ളൂ. അപ്പൊ എത്ര തന്നെ പോയിന്റ്സ് വിയിൽ നിന്നെടുത്ത് മാറി വന്ന് നമ്മൾ ഈ എക്സ് കാൽക്കുലേറ്റ് ചെയ്താലും ഫസ്റ്റ് പൊസിഷനിൽ y1 തന്നെയാണ്, സെക്കൻഡ് പൊസിഷനിൽ y2 തന്നെയാണ്, അങ്ങനെ ith പൊസിഷൻസിലെല്ലാം y തന്നെയാണ്. അപ്പൊ അവിടെ കൂടുതൽ പോയിന്റ്സ് ഒന്നും വരാനില്ല. അപ്പൊ ഈ ബോക്സിന്റെ jth സൈഡ് എന്ന് പറയുന്നത് v ആണ്, ith സൈഡ് എന്ന് പറയുന്നത് സിംഗിൾട്ടൺ y ആണ്. I മാറുന്നതനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു. ഫിക്സ് ചെയ്തിരിക്കുന്ന y മാത്രമാണ് ഇതിന്റെ സൈഡ്. PV ഈസ് എ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ആ ബോക്സിനെ ബോക്സ് എന്ന് തോന്നുന്ന രീതിയിൽ പ്രോഡക്റ്റ് ഇസഡ് ഐ എന്ന് എഴുതാം. EV ഈസ് എ ബോക്സ് പ്രോഡക്റ്റ് ഇസഡ് ഐ. അപ്പോൾ സൈഡ്സ് ഇസഡ് ഐ പറയണം.
where sides zi equal to നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ v when I equal to j singleton yi when I not equal to j. ഈ ബോക്സ് ആണ് ഈ v എന്നുള്ളത് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ v equal to xj ആകുമ്പോൾ നമുക്ക് e of xj കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. e of xj ഇതുപോലെ തന്നെ ചെയ്യുന്നത്, അതും എക്സിന്റെ ഒരു സബ്സെറ്റാ. e of xj എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും ഒരു ബോക്സ് ആയതുകൊണ്ട് ബോക്സ് ഇൻ പ്രോഡക്റ്റ് സ്പേസ് ക്യാപിറ്റൽ എക്സ് ടോപ്പോളജിക്കൽ പ്രോഡക്റ്റ്. അപ്പോൾ ആ ബോക്സിലെ ഞാൻ പ്രോഡക്റ്റ് yi എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. ആൻഡ് വി ഹാവ് ടു സ്പെസിഫൈ yi. ഇത് v ചെയ്ത പോലെ ഉള്ളൂ. v ചെയ്തപ്പം jth സൈഡ് i ഈക്വൽ ടു j എന്ത് കിട്ടും? v തന്നെ കിട്ടി. അപ്പൊ xj ചെയ്യുമ്പോൾ xj തന്നെ. ഓരോ പോയിന്റ് മാറുന്നതനുസരിച്ച് jth കോർഡിനേറ്റ് ആ പോയിന്റ്സ് ആയിട്ട് മാറി മാറി വരികയാണ്. സോ ഹിയർ xj എന്ന് പറയുന്ന സെറ്റിന്റെ ഇമേജ് ഏത് ബോക്സ് ആണെന്നാണ് നോക്കുന്നത്. സോ jth സൈഡ് xj തന്നെയായിരിക്കും. അല്ലാത്ത കേസിൽ ഇവിടെയും വ്യത്യാസമില്ല, സിംഗിൾട്ടൺ yi തന്നെയാണ്. xjയിലെ പോയിന്റ് വരുമ്പോഴല്ലേ ഇത് മാറുന്നുള്ളൂ. xjയിലെ എല്ലാ പോയിന്റും വരുന്നു, അതുകൊണ്ട് jth സൈഡ് xj ആവും. മറ്റ് സൈഡ്സ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിക്സ് yi എലമെന്റ് ഓഫ് xi ഏതാണോ ഓരോ സൈഡിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന്റെ കറസ്പോണ്ടിങ് സിംഗിൾട്ടൺ സെറ്റ്സ് ആയിരിക്കും. അപ്പൊ ഈ വി ഇങ്ങനെ ഒരു ബോക്സ്, ഈ xj ഇങ്ങനെ ഒരു ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ വി എഴുതാൻ, ഈ വി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വി എഴുതാൻ വേറൊരു മാർഗവും കൂടി ഉണ്ട്. വെൻ വി ടേക്ക് ദ ബോക്സ് പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി, പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്ന ബോക്സ് എടുത്താൽ തന്നെ കിട്ടും. നമ്മൾ നേരത്തെയൊക്കെ കണ്ടത് ഇങ്ങനെ എടുക്കുമ്പോൾ jth സൈഡ് മാത്രം വി ആകും, ബാക്കിയെല്ലാം ഇതിന് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ, ബാക്കിയെല്ലാം ഫുൾ സ്പേസസ് ആകും. അതാണ് പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്ന ബോക്സ്. ഇവിടെ കുറച്ചെണ്ണം ഉള്ളായിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, x1 ക്രോസ് x2 ക്രോസ് പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി, jth വി ആയിരിക്കും, ബാക്കി j പ്ലസ് വൺ ആയിരിക്കും. അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. ഇത് ആർബിട്രറി ഇൻഡെക്സ് സെറ്റ് ആണ്, വീണ്ടും ഞാൻ പറയുന്നു, അതുകൊണ്ട് ഇങ്ങനെ എഴുതത്തില്ല. അപ്പൊ ഇങ്ങനെ എഴുതുന്നതാണ് നമ്മുടെ പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി. jth മാത്രമേ വി ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫുൾ സ്പേസ്. അതിൽ നിന്ന് ഇ വി എങ്ങനെ കിട്ടും? ഇ വി എന്ന് പറയുന്നത് എന്നാ? jth വി ആണ്, ബാക്കിയെല്ലാം സിംഗിൾട്ടൺ yi ആണ്. അതാണ് നമ്മളുടെ ഇ വി. അത് കിട്ടാനൊരു മാർഗം പൈ ജെ ഇൻവേഴ്സ് വിയും ഈ എക്സ് ജെയും കൂടെ ഇന്റർസെക്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കിയേ. ഈ എക്സ് ജെയും കൂടെ ഇന്റർസെക്ട് ചെയ്യും. ഈ എക്സ് ജെയില് ith കോർഡിനേറ്റ് എല്ലാം, ith സൈഡ് എല്ലാം സിംഗിൾട്ടൺ yi, jth സൈഡ് xj. പൈ ജെ ഇൻവേഴ്സ് വിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു jth സൈഡ് വി, ബാക്കിയെല്ലാം ഫുൾ സ്പേസസ്. അപ്പൊ ഇവരുടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ നോക്കിയാൽ ഇവിടെ x1, ഇവിടെ സിംഗിൾട്ടൺ y1, ഇന്റർസെക്ഷൻ സിംഗിൾട്ടൺ y1 ആവും, ഇത് ഇവിടുത്തെ പോലെ. സെക്കൻഡ് പൊസിഷൻ നോക്കിയാൽ ഇവിടെ x2 ഉണ്ട്, പക്ഷെ ഇവിടെ സിംഗിൾട്ടൺ y2 ഉള്ളൂ. അപ്പൊ ഇതെല്ലാം റെസ്പെക്റ്റീവ് സിംഗിൾട്ടൺ സെറ്റ്സ് ആവും. ഇനി jth നോക്കിയാൽ പൈ ജെ ഇൻവേഴ്സ് വിയിൽ വി ആണ്, ഈ എക്സ് ജെയില് എക്സ് ജെ ആണ്, വിയും എക്സ് ജെയും കൂടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ വി എ കിട്ടുള്ളൂ. സോ ഇ വി ഈക്വൽ ടു പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി ഇന്റർസെക്ഷൻ ഈ എക്സ് ജെ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇ വി ഇങ്ങനെ ഒരു ബോക്സ് ആണ്, jth സൈഡ് വിയും ബാക്കിയെല്ലാം സിംഗിൾട്ടൺ y യും. അതുപോലെ തന്നെ ഈ എക്സ് ജെ jth സൈഡ് എക്സ് ജെയും ബാക്കിയെല്ലാം സിംഗിൾട്ടൺ y യും ആയിട്ടുള്ള ബോക്സ് ആണ്. ഈ വിയെ നമുക്ക് പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാം. പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് jth സൈഡ് മാത്രം വി, ബാക്കിയെല്ലാം റെസ്ട്രിക്ഷൻസ് ഓൺ ദ അതർ സൈഡ്സ്, ബാക്കിയെല്ലാം ഫുൾ സ്പേസസ്. അപ്പൊ പൈ ജെ ഇൻവേഴ്സ് ഓഫ് വിയെ ഈ എക്സ് ജെയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇ വി കിട്ടും. സോ ഇ വി ഈക്വൽ ടു പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി ഇന്റർസെക്ഷൻ എക്സ് ജെ വെൻ വി ഈസ് ഓപ്പൺ. അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. വി ഓപ്പൺ ആണ്, പൈ ജെ കണ്ടിന്യൂസ് ആണ്, പൈ ജെ കണ്ടിന്യൂസ് ആണ്, വി ഓപ്പൺ ആണ്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് ഈ സെറ്റ് ഓപ്പൺ ആണ്. പൈ ജെ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി അങ്ങനെ ഓപ്പൺ ആണ്. ഇപ്പൊ എടുത്തേക്കുന്ന പൈ ജെ ഇൻവേഴ്സ് ഓഫ് വി ഇന്റർസെക്ഷൻ ഈ എക്സ് ജെ ഈസ് ഓപ്പൺ ഇൻ ദ റിലേറ്റീവ് ടോപ്പോളജി. ഈ സെറ്റ് പ്രോഡക്റ്റ് സ്പേസിൽ ഓപ്പൺ ആണ്. Then intersection EJ is open in relative topology of V intersection Y open in Y എന്ന് പറയല്ലേ റിലേറ്റീവ് ടോപ്പോളജിയിൽ. അതുപോലെ തന്നെ EXJ യിലെ റിലേറ്റീവ് EXJ is a subset of the product space X. അപ്പോൾ ആ പ്രോഡക്റ്റ് സ്പേസിന്റെ സബ്സെറ്റ് EXJ യില് റിലേറ്റീവ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം. ആ റിലേറ്റീവ് ടോപ്പോളജിയിൽ നമ്മുടെ സെറ്റ് EV ഓപ്പൺ ആണ്.
So E is 1, 1, E is continuous, E is open when regarded as a function from xj to E of xj. E of xjയിലേക്ക് പരിഗണിക്കുമ്പം അതൊരു ഓപ്പൺ സെറ്റുമാണ്. So E is a homeomorphism when regarded as a function from x to exj എന്ന് വേണമെങ്കിൽ പറയാം. ഈ എക്സിലെ മുഴുവൻ ഇമേജസ് അല്ല, എക്സ്ജയുടെ ഇമേജസ് മുഴുവൻ എക്സിലല്ല എന്ന് മനസ്സിലായില്ലേ? ഈ എക്സ്ജെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്പേസിലേക്ക് ഈ ബോക്സിലേക്ക് പരിഗണിച്ചാൽ ഇതൊരു, അതുമാത്രമേ നമ്മൾ പോയിന്റ്സ് കോഡൊമൈനിൽ ഉൾപ്പെടുത്തുന്നുള്ളെങ്കിൽ അതൊരു ഓൺ ടു ഫംഗ്ഷനും കൂടിയാണ്. When regarded as a function from xj on to exj, it is 1, 1, continuous, open and on to. So it is a homeomorphism from xj to exj or embedding of xj to the exj subset ആയിരിക്കുന്ന xലേക്ക്. Embedding of xj to the product space x. Product spaceലേക്കുള്ള embedding. Homeomorphism when treated as a function from xj to exj, it will be an embedding from xj to exj subset ആയിരിക്കുന്ന product space x. So we have completed the proof. If the product is non-empty, then each coordinate space is embeddable in it. ഇപ്പോൾ xj xൽ embeddable ആണെന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈസ് ആൻ എംബഡിങ് ഫ്രം xj to x എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് xj xൽ എംബഡബിൾ ആണ് എന്നാണ്. അതുപോലെ എല്ലാ xjക്കും ചെയ്യാം. ഈ xjക്ക് പ്രത്യേകതയൊന്നുമില്ല. Since xj is arbitrary, each coordinate space is embeddable in the product space.